ഹലോ ഗൈസ്, ഞാൻ ആര്യ. നെസ്റ്റ് ഓഫ് ഋതു എന്ന എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് മുരിങ്ങയില തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ്. അതിനായിട്ട് കുറച്ച് മുരിങ്ങയില എടുക്കുക. അത് നന്നായിട്ട് കഴുകി വെള്ളം തോർത്തി വെച്ചിരിക്കുന്നതാണ്. നിങ്ങളുടെ തോരന് ആവശ്യമായിട്ട് അത്രയുള്ള മുരിങ്ങയില എടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഈ ചക്കക്കുരുവിനെ നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം. ഇതിൻ്റെ തൊലി മാത്രം കളഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ബ്രൗൺ ഭാഗം അധികം കളഞ്ഞിട്ടില്ല. ഇനി നമ്മൾ ആ കഴുകിയെടുത്ത ചക്കക്കുരുവിനെ സെപ്പറേറ്റ് ആയിട്ട് കുക്കറിലിട്ട് വേവിക്കുവാണ്. ഇതിനായിട്ട് അത് വേകാൻ പാകത്തിലുള്ള വെള്ളവും ഒഴിക്കുക. ലേശം ഉപ്പും, അതായത് ചക്കക്കുരുവിന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമ്മളതിനെ വേവിച്ചെടുക്കുക. ഇനി അരപ്പിലേക്ക് വേണ്ടിയിട്ട് നമ്മളൊരു കാമുറി തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് ജീരകവും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് നമ്മൾക്കൊന്ന് ചതച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്തുള്ളി ചേർക്കാം. ഞാൻ വെളുത്തുള്ളി ചേർക്കാതെയാണ് ചതച്ചെടുക്കുന്നത്. നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ വേവിക്കാൻ വെച്ച് നമ്മളുടെ ചക്കക്കുരു വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ചക്കക്കുരുവിനെ നമുക്ക് നുറുക്കിയെടുക്കണം. അത് നിങ്ങൾക്ക് നീളത്തിൽ വേണമെങ്കിലും അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി നിങ്ങൾക്ക് അരിഞ്ഞെടുക്കാം. എങ്ങനെയാണോ ഇഷ്ടം അതനുസരിച്ച് വേണം ചെയ്യാൻ. മുരിങ്ങയില തോരനൊന്നും കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടമൊന്നുമല്ല. പക്ഷെ നമ്മളുടെ ഭക്ഷണക്രമത്തിൽ മുരിങ്ങയില തോരനൊക്കെ ഉൾപ്പെടുത്തണം. നല്ല പോഷകഗുണങ്ങളുടെ നമ്മുടെ ശരീരത്തിന് തരാൻ വളരെയധികം സഹായിക്കുന്ന ഒന്നാണിത്. ചക്കക്കുരുവിനെ എല്ലാം കുഞ്ഞു കഷ്ണങ്ങളാക്കി മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന നമ്മളുടെ മുരിങ്ങയില ചെറുതായിട്ട് മുറിച്ചെടുക്കുവാണ്. നമ്മുടെ മുരിങ്ങയിലയ്ക്ക് ഇത്തിരി വലുപ്പം കൂടുതലാണ്, അതുകൊണ്ട് നമ്മളതിനെ ചെറുതാക്കി മുറിച്ചെടുക്കുവാണ്. പേടിക്കേണ്ട, മുരിങ്ങയില അരിഞ്ഞെന്നും പറഞ്ഞതിന് പ്രത്യേകം കയ്പൊന്നും വരില്ല. ചിലർ പറയും മുരിങ്ങയില അരിഞ്ഞാൽ കഴിക്കുമെന്ന്. അങ്ങനെയൊന്നും വരില്ല. നമ്മളതിനെയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാകം ചെയ്യാനുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിനാവശ്യത്തിന് എണ്ണയും ഒഴിച്ചിട്ട് കടുക് നമുക്ക് പൊട്ടിച്ചെടുക്കാം. കടുകെല്ലാം നന്നായിട്ട് പൊട്ടി വന്നതിന് ശേഷം 3-4 വറ്റൽമുളക് ചെറുതായിട്ട് അരിഞ്ഞ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. വറ്റൽമുളകും നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് നമ്മുടെ മുരിങ്ങയില നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. മുരിങ്ങയിലേക്ക് അധികം വേവില്ല, അതുകൊണ്ട് നമ്മൾ അധികം വേവിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നമ്മൾ മുരിങ്ങയില ഒത്തിരി അങ്ങ് അടച്ച് വെച്ച് വേവിച്ച് കഴിഞ്ഞാലും അതിൻ്റെ കളർ നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അത് ഓവർ കുക്കായി പോവുകയോ ചെയ്യും. അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമുക്ക് മുരിങ്ങയില വേകുന്നതിന് ആവശ്യമായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എപ്പോഴും ഇലവർഗ്ഗത്തിന് ഉപ്പിടുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ട് കൊടുക്കാവുള്ളൂ. കാരണം ആവി അടിക്കുമ്പോഴത്തേക്കും ഈ ഇല ചുരുങ്ങും. അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ ഉപ്പിട്ട് കൊടുക്കുക. നമുക്കിതിനൊരു 1 മിനിറ്റ് നേരത്തേക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന നമ്മുടെ അരപ്പുണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നമുക്ക് 1 മിനിറ്റ് നേരം നന്നായിട്ടൊന്ന് നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കിയെടുത്ത ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് ചെറുതായിട്ട് മുറിച്ച് വെച്ചിരുന്ന നമ്മളുടെ ചക്കക്കുരു ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കാം. വേണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ് നേരത്തേക്ക് നമുക്കിതിനെ അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. ഞാനിതിനെ 1 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് തുറന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് നോക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ തോരൻ വെന്തിട്ടുണ്ടാവും. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോയും എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കുക. എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി ഒന്ന് ഓർക്കണം.